ത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ മാത്രമേ മുസ്ലിമിന് നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മൗലാന മൗദൂദി. ഈ ചിന്താഗതി വളരെ ന്യൂനപക്ഷം ആളുകളെ മാത്രമേ സ്വാധീനിച്ചുള്ളൂ എന്നത് സത്യം. എന്നാൽ ആ ന്യൂനപക്ഷം കൂടിച്ചേർന്ന് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി. ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയിൽ ഈ പ്രസ്ഥാനങ്ങൾ, നേരത്തെ പറഞ്ഞ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ച പ്രസ്ഥാനവും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ച പ്രസ്ഥാനവും രണ്ടും യഥാർത്ഥത്തിൽ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായോഗികമായി ഒരേ പരിണാമഗുപ്തിയിൽ എത്തിച്ചേർന്നു. എന്തായിരുന്നു അത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ, നമ്മൾ എങ്ങനെയാകണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഗൗരവതരമായ പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണിത്. എന്താ ഹിന്ദു രാഷ്ട്രത്തിന്റെ ആളുകൾ ചെയ്തത്? ഇന്ത്യയിലെ എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിലും ബ്രാഹ്മണന്മാരെ, ഉയർന്ന ജാതിക്കാരായ ആളുകളെ കുത്തിക്കയറ്റുവാൻ വേണ്ടിയുള്ള ഗൂഢമായ പരിശ്രമങ്ങൾക്ക് നാന്ദി കുറിച്ചു. അവർ ചെയ്തത്, അവർ വിദ്യാഭ്യാസം നൽകി, അവർ പരിശീലനം നൽകി പറഞ്ഞയച്ച ആളുകളെ ഇന്ത്യയിലെ സിവിൽ സർവീസുകളിലും ഉയർന്ന സ്ഥാനങ്ങളിലുമെല്ലാം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഇത് വളരെ സ്വകാര്യമായി, രഹസ്യമായി നടന്ന വളരെ സമർത്ഥമായ പദ്ധതിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രം വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്ന ആളുകളോ അവർ മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളെ, ഇന്ത്യ എന്നത് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു അനിസ്ലാമികമായ വ്യവസ്ഥിതിക്ക് പാദസേവ ചെയ്യുകയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഒരു അനിസ്ലാമിക വ്യവസ്ഥിതിക്ക് പാദസേവ ചെയ്യാൻ പാടില്ല. ഇസ്ലാമികേതരമായ ഒരു വ്യവസ്ഥിതിയുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ, കീ പോസ്റ്റുകളിൽ മുസ്ലിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പ്രായോഗികമായി രണ്ടു കൂട്ടരും ചെയ്തത് ഒന്ന് തന്നെയായിരുന്നു, മുസ്ലിങ്ങളെ ഈ കുഞ്ചിക സ്ഥാനങ്ങളിൽ നിന്ന് വിലക്കുക എന്ന കാര്യം. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയി. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായി, കലാപങ്ങൾ ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ അതിനുവേണ്ടിയുള്ള എന്തെന്ത് മാർഗങ്ങളാണ് വേണ്ടത് എന്ന ചർച്ചകളും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവിടെ പക്ഷേ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നീട് മുസ്ലിങ്ങളുടേത് മാത്രമായ രാഷ്ട്രീയ ശക്തിയോ മറ്റോ ഉണ്ടായില്ല. കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. കേരളത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടിരുന്നുവെങ്കിലും ആ 1920കളിൽ തന്നെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെടുകയും ഐക്യസംഘമായും നിഷ്പക്ഷ സംഘമായും കേരള ജമിയത്തുൽ ഉലമയായും പ്രവർത്തനം ആരംഭിക്കുകയും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും സജീവമായി പങ്കെടുത്തു. അവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സംഭാവനകൾ നൽകി. അവർ മറ്റുള്ളവരെ പോലും, മറ്റുള്ള മുസ്ലിങ്ങളെ പോലും ബുദ്ധിപരമായി നയിക്കുകയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അനുഗുണമായ അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നതിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്ത്യയുടെ മൊത്ത അവസ്ഥയെപ്പോലെ തന്നെ കേരളത്തിലെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നത് എന്നത് ചരിത്രം നൽകുന്ന പാഠം. സ്വാതന്ത്ര്യം ലഭിച്ചു. കേരളത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതോടനുബന്ധിച്ച് തന്നെ 1950കളിൽ തന്നെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം കൂടുതൽ ശക്തമായും കൂടുതൽ വ്യവസ്ഥാപിതമായും പ്രവർത്തിക്കുന്നതിന് വേണ്ടി കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഈ കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അവർ ചൂട്ടുകത്തിച്ച് ജനങ്ങൾക്ക് മാതൃകയാക്കുകയും മുന്നിൽ നടക്കുകയും ചെയ്തു. ഫലം എല്ലായിടത്തും അവർക്കതിന്റെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസവും ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ മുസ്ലിം വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവും ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ മുസ്ലിം രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം നാം പരിശോധിക്കുക. കേരളത്തിലെ മുസ്ലിങ്ങളുടെ തൊഴിൽ രംഗത്തുള്ള സാന്നിധ്യവും ഇന്ത്യയിൽ മറ്റുള്ള രംഗങ്ങളിലെ തൊഴിൽ സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുക. ഈ വ്യത്യാസങ്ങൾക്ക് മിക്കതിനും കാരണം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ നയിച്ച ഈ നവോത്ഥാനപരമായ ശക്തമായ മുന്നേറ്റമായിരുന്നു എന്നും നവോത്ഥാന നായകന്മാരുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉയർത്തുകൊണ്ട ആശയങ്ങളുടെ പ്രയോഗവൽക്കരണം വഴിയാണ് ഇതെല്ലാം ഉണ്ടായത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഏറെ പണിപ്പെടേണ്ടതില്ല ചരിത്രത്തിന്റെ പിൽക്കാലങ്ങളിലൂടെ പരിശോധിച്ചുകൊണ്ട് രംഗത്ത് പോയാൽ. എന്നാൽ
ഈ നവോത്ഥാന സംരംഭങ്ങളുടെ ഫലമായി കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സവിശേഷമായ ഒരു അസ്തിത്വമുണ്ടായി. മുസ്ലിങ്ങൾക്ക് വ്യത്യസ്തമായ വ്യക്തിത്വമുണ്ടായി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ 2000 വരെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുമായി മാത്രമല്ല, മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കുന്ന ലോകത്തെ ഏത് രാഷ്ട്ര സംവിധാനത്തിലെ മുസ്ലിങ്ങളുമായി പോലും താരതമ്യം ചെയ്താൽ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആർക്കും വെളിച്ചം നൽകാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ വ്യതിരിക്തമായ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയും. എന്താണ് ചെയ്തത്? എന്തായിരുന്നു ആ വ്യക്തിത്വത്തിന് കാരണം? എന്തായിരുന്നു അതിന് കാരണം? പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃക്രമീകരിച്ചതോടൊപ്പം ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുവാനും ആ ഭരണഘടന നൽകുന്ന തണലിൽ നിന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇസ്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഇസ്ലാമികമായി സമൂഹത്തെ സജ്ജമാക്കുവാനും സംഘടിപ്പിക്കുവാനുമെല്ലാമുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നത് തന്നെയാണ് കേരള മുസ്ലിങ്ങളെ ലോകത്തെങ്ങുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വേറിട്ട് നിൽക്കുന്ന അസ്തിത്വത്തിന്റെ ഉടമകളാക്കി തീർത്തത്. കേരളത്തിൽ ഗവൺമെന്റിന്റെ ചെലവ് ഗവൺമെന്റിന്റെ ശമ്പളം നൽകിക്കൊണ്ട് കേരളത്തിലെ പ്രൈമറി വിദ്യാഭ്യാസ തലം മുതൽക്ക് കുട്ടികൾക്ക് അറബി ഭാഷയും മതവും പഠിപ്പിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി കലാലയങ്ങൾ നടക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അറബി കോളേജുകൾ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റിക്കൊണ്ടുള്ള അധ്യാപകരുടെ കീഴിൽ. ഇതെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യ ക്രമത്തെയോ മതനിരപേക്ഷ ക്രമത്തെയോ ഒരു തലത്തിലും ബാധിച്ചില്ല. ഒരു തലത്തിലും നമ്മളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും നിങ്ങൾ താരതമ്യം ചെയ്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭീകരതയും ഹിന്ദു തീവ്രവാദവും എല്ലാം ശക്തമായി പ്രതികരിക്കുകയും കലാപങ്ങളിലേക്ക് ആളുകളെ നയിക്കുകയും ചെയ്തിരുന്ന സമയത്തും കേരളത്തിൽ വേറിട്ട് നിന്നുകൊണ്ട് മുസ്ലിം സമൂഹം ചിന്തിക്കുകയായിരുന്നു, മുസ്ലിം സമൂഹം പ്രവർത്തിക്കുകയായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലം കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായി. മുസ്ലിം സമൂഹത്തിന് വ്യതിരിക്തമായ അസ്തിത്വമുണ്ടായി. പക്ഷേ അതൊരിക്കലും നമ്മുടെ മതനിരപേക്ഷ ഘടനയെ, മതനിരപേക്ഷ ഫാബ്രിക്കില്ലേ, ആ ഫാബ്രിക്കിനെ ബാധിച്ചുമില്ല. അത് നമ്മുടെ നേതൃത്വം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു പോന്നു. ഇവിടെ RSS 925 നാഗ്പൂരിൽ വെച്ച് രൂപം കൊണ്ടതിന് ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനോ അതിന്റെ രാഷ്ട്രീയ രൂപമായ BJPക്കോ അതിനു മുൻപ് അതിന്റെ രാഷ്ട്രീയ രൂപമായിരുന്ന ജനസംഘത്തിനോ ഒന്നും കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ സ്ഥാനം പോലും ലഭിക്കാത്തവണ്ണം കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം നിലനിൽക്കുന്ന മതേതര ഒരു ഫാബ്രിക് ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം, ആ മതനിരപേക്ഷ ബന്ധം, ആ ബന്ധത്തിന് ഒരല്പം പോലും കോട്ടം വരാത്ത രൂപത്തിലാണ് മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചത്. മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോയത്, മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്, അത് സംരക്ഷിച്ചു പോന്നത്. എന്നാൽ 980കളിലെ ബാബരി മസ്ജിദ് പ്രക്ഷോഭത്തോടനുബന്ധിച്ച്, ബാബരി മസ്ജിദിന്റെ തകർച്ചയോടെല്ലാം അനുബന്ധിച്ച് മുസ്ലിം സമൂഹത്തിന് ഒരൽപ്പം മതനിരപേക്ഷതയോട് ഒരൽപ്പം വിദ്വേഷമുണ്ടാകുന്ന അവസ്ഥാവിശേഷമുണ്ടായി. സ്വാഭാവികമായും ചില രാഷ്ട്ര നേതാക്കളുടെ കുബുദ്ധിയും ചില രാഷ്ട്ര നേതാക്കൾ അവരുടേതായ രാഷ്ട്രീയ ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത വളരെ നികൃഷ്ടമായ ചില പ്രവർത്തനങ്ങളും വഴി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ രൂപപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ആ മാനസികാവസ്ഥയെ വളരെ സമർത്ഥമായി ജാഗരം കൊള്ളിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ മത രാഷ്ട്രവാദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അവരുടെ ആനുകാലികങ്ങളിലൂടെയും എല്ലാം യുവാക്കളെ അരാഷ്ട്രീയവാദികളാക്കുകയും നിലവിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളോട് മുഴുവനും വെറുപ്പും വിദ്വേഷവും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്ന വളരെ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് ഞാൻ പറയുക. അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. യുവാക്കൾ പൊതുവെ അരാഷ്ട്രീയവാദികളായി. യുവാക്കൾ പൊതുവെ നിലവിലുള്ള സ്ഥാപനങ്ങളോട് മുഴുവനും വെറുപ്പുള്ള അവസ്ഥയുണ്ടായി. മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഊർജം കേവലം വിമർശനങ്ങളുടെ, സമൂഹത്തിലുള്ള സ്ഥാപനങ്ങളെ മുഴുവനും വിമർശിക്കുക എന്ന സൃഷ്ടിപരമല്ലാത്ത പ്രവർത്തനങ്ങളുടെ ആളുകളാക്കി തീർക്കുവാൻ മാത്രമായി തീർന്നു പ്രവർത്തനങ്ങളെല്ലാം. ഫലമായി
അതോടൊപ്പം തന്നെ മുസ്ലിം യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട് രംഗത്ത് വന്ന ഈ ഒരു അസംതൃപ്തിയെ സമർത്ഥമായി ഉപയോഗിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ചില